ഹായ് ഗൈസ്. സോ ഇതെൻ്റെ ഫസ്റ്റ് ടേക്കാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഫസ്റ്റ് ടേക്കാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഈ സോങ് കവേഴ്സ് ഒക്കെ ഇടുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഈ മ്യൂസിക് അല്ലെങ്കിൽ ഒരു സോങ് കവർ ചെയ്യുമ്പോഴായിരിക്കും കുറേ പ്രോബ്ലംസ് അതിൻ്റെ ഇടയിൽ കയറി വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതേപോലെ അലക്കണേൻ്റെ ശബ്ദം, അതായത് ലൈവായിട്ട് ഇടുമ്പോൾ ഇതേപോലെ അലക്കണേൻ്റെ ശബ്ദം, ഹോണടിയുടെ ശബ്ദം, കോഴി കൂവലിൻ്റെ ശബ്ദം, എന്തൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ആയിരിക്കും വരുന്നുണ്ടാവുക. കുക്കർ വിസിലടിക്കുന്നതിൻ്റെ ശബ്ദം, കുറേ ശബ്ദങ്ങളുണ്ട്. അത് നോട്ടിഫിക്കേഷൻ ശബ്ദം, ഇതൊക്കെ സൈലൻ്റ് ആക്കി വെച്ചില്ലെങ്കിൽ പ്രോബ്ലം നമ്മൾ ലൈവായിട്ട് എടുക്കുമ്പോൾ അതങ്ങനെ കയറി വരുന്നതാണ്. കുറേ പ്രാവശ്യം ഞാൻ ലൈവായിട്ട് എടുക്കാൻ മീൻസ് എൻ്റെ ഇൻസ്റ്റയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ ലൈവായിട്ട് എടുക്കുന്ന പാട്ടുകൾ, റെക്കോർഡഡ് അല്ലാണ്ട് ലൈവായിട്ട് എടുക്കുന്ന പാട്ടുകൾ ആക്ച്വലി ഒരു 20th ടേക്ക് ആയിരിക്കും. അത് 20 മാക്സിമം 10 വരെ പോയിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ടും പോയിട്ടുണ്ടാവും. അങ്ങനെ ഓരോരോ ഹോണടിയുടെയും കുറേ ലൈക്ക് വണ്ടികളുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കട്ടും. കാരണം അത് നമ്മുടെ വീഡിയോയ്ക്ക് ഡിസ്റ്റർബൻസ് ആണ് ഒബ്വിയസ്ലി. ആൻഡ് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ സോങ് കവേഴ്സ് എടുക്കുന്നവരായിരിക്കും. പിന്നെ ഡാൻസ് എടുക്കുന്നവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇത് പറയാൻ തോന്നി. ബൈ.